ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഈ ഒരു മഴ സീസണിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈച്ച, പാറ്റ. ഇതിൻ്റെ ശല്യം പ്രത്യേകിച്ചും പാറ്റയെ തുരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒന്നാണ് ഈച്ച. അതുപോലെ തന്നെ പാറ്റയും പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റയാണെങ്കിലും ഈച്ചയാണെങ്കിലും ഏറിയ ഫുഡിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലുള്ള 2-3 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ടിപ്പാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നീ മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വെറും 20 രൂപ മാത്രം മതി. നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നെല്ലാം കിട്ടുന്ന ഒന്നാണ് ബോറിക് ആസിഡ്. അതും കൂടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര കഴിവതും പൊടിച്ച പഞ്ചസാരയായിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും പാറ്റാശല്യം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണിത്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ ഫുഡൊക്കെ നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റ വന്ന്, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ സിങ്കിൻ്റെ അവിടെയൊക്കെ പാറ്റാശല്യം ഉണ്ടാകാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. പിന്നെ പാറ്റാശല്യം ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതേപോലെ നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മാവിടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാം. ഇതേപോലൊക്കെ ഇത്രയും ഒരു വലിപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി 2 പേപ്പറിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 2-3 ഇതിലെ ബോൾസ് വീതം എവിടെയൊക്കെയാണോ നിങ്ങൾ പാറ്റാശല്യം ഉണ്ടാകുന്നത് വെച്ചാൽ കൂടുതലായിട്ട് സിങ്കിൻ്റെ അവിടെ, ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെ, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെച്ചേക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളിടത്തായിരിക്കുമല്ലോ കൂടുതലായിട്ട്. ഇപ്പം ഞാൻ കാണിച്ചത് ഗ്യാസ് സിലിണ്ടർ വെച്ചേക്കുന്നിടത്താണ്. ഞാനപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ അവിടോട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്ഥലത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ബോൾസ് വെച്ച് ചെറിയ ചെറിയ പേപ്പറിലാക്കി നിങ്ങൾക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റിലെ ഞാൻ കാണിച്ചത് ഇവിടെ പാറ്റ വരുന്നതാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും ഈ ഒരു സൈഡിലാണ് പാറ്റ വരുന്നത്. അപ്പോൾ ഞാനത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴിയതിന് ശേഷം നമ്മൾ കിച്ചൺ അടച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് കിച്ചൺ അടച്ചിട്ട് പോകാം. രാത്രിയിലാണ് വെക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും ഈ പാറ്റയൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ സിങ്കിൻ്റെ അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്തേക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം രാവിലെ നമ്മൾ ഇതെടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ സിങ്കിൻ്റെ അവിടെയൊക്കെ ധാരാളം പാറ്റ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ വന്ന് നിങ്ങൾ ഇതെല്ലാം എടുത്ത് കളയേണ്ടതാണ്. കാരണം ബോറിക് ആസിഡൊക്കെ നമ്മൾ ചേർക്കുന്നതാണ്. വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് പിറ്റേ ദിവസം കളയണം. അപ്പോൾ പാറ്റയെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. പാറ്റയെ തുരുത്താനുള്ള അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ എടുക്കാൻ നോക്കണം. അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂൺ. ഇത് ഒന്ന് കുതിരാനുള്ള വിനാഗിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തുള്ളി വെള്ളം കൂടെ, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏതൊക്കെ സൈഡിൽ എവിടെയൊക്കെയാണോ പാറ്റ വരാനുള്ള ചാൻസസ് എന്ന് വെച്ചാൽ അവിടെ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സിങ്കിനകത്തും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലൊക്കെ തന്നെ നമ്മുടെ കിച്ചണിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഇതുപോലൊക്കെ പാറ്റ രാത്രിയാവുന്നതന്നെ വന്നിരിക്കും. അപ്പോൾ എവിടെയൊക്കെയാണോ പാറ്റ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ എല്ലാം നമുക്ക് ഇതുപോലൊക്കെ ഒന്ന്, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ രാത്രി വന്നിരിക്കും. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്നിടത്തും ഒക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്മെല്ല് കൊണ്ടും പാറ്റ ശല്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു ഐറ്റമാണ് ആക്സോയിൽ അഥവാ കോടാലി തൈലം എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ വേദനയ്ക്കും ഒക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണിത്. അപ്പോൾ ഈ ഒരു ആക്സ് ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു കോടാലി തൈലം വെച്ചിട്ടാണ് ഞാൻ ഇനി അടുത്ത ടിപ്പ് കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ച, പല്ലി, പാറ്റ ഇതിനെ 3നെ നമുക്ക് തുരത്താൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്കൊന്ന് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 3-4 തുള്ളി നമുക്ക് മതി, ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പകുതി വെള്ളവും പകുതി ആക്സ് ഓയിലുമാണ് നമുക്ക് വേണ്ടത്. അതല്ലെങ്കിൽ പകുതി കൂടുതൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു രൂക്ഷഗന്ധം എന്ന് പറയുന്നത് പല്ലിക്കാണെങ്കിലും പാറ്റയ്ക്കാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഈച്ച ഉണ്ടെങ്കിൽ അതിനാണെങ്കിലും ഒട്ടും പിടിക്കത്തില്ല. ഒരു വല്ലാത്ത സ്മെല്ലാണ്. ആ ഒരു യുക്കാലിയുടെ ഒക്കെ സ്മെല്ലായിരിക്കും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രൂക്ഷഗന്ധം ഒരു കാരണവശാലും ഈച്ച, പല്ലി, പാറ്റ ഇതിനെയൊക്കെ തുരത്താൻ വളരെയധികം നല്ലതാണ്. കിടിലൻ ടിപ്സാണ്. അതിനുശേഷം നമ്മളിതൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇത് നിറച്ച് വേണമെന്നില്ല, ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇത് പല്ലി, പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം എവിടെയാണോ, ഈച്ചയുടെയൊക്കെ ശല്യം എവിടെയാണോ അവിടെ എല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു റെമഡിയാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ്. പല്ലി, പാറ്റ, ഈച്ച ഇവിടെ ഒന്നും ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.